സങ്കീർത്തനങ്ങൾ 32:8. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴികൾ കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. നിന്റെ മേൽ കണ്ണ് വെച്ച് ഞാൻ നിന്നെ ഉപദേശിക്കാം. ആരാണ് ഇങ്ങനെ ഉപദേശിക്കുന്നതെന്നറിയാം? ആരെങ്ങനെ ഉപദേശിക്കുന്നത്? പരിശുദ്ധാത്മാവ്. 16 സങ്കീർത്തനത്തിന്റെ 6ഉം 7ഉം വായിക്കാം. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്ന് കിട്ടിയിരിക്കുന്നത്, വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. എന്താണ് ഇത്? അഭികാമ്യമായ ദാനം. നമുക്ക് കിട്ടിയിരിക്കുന്ന അഭികാമ്യമായ ദാനം, വിശിഷ്ടമായ അവകാശം. അതെന്താ? പരിശുദ്ധാത്മാവ്. കൂദാശയിലൂടെ, മാമോദീസായിലൂടെ നമ്മുടെ മേൽ വർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവ്. അഭികാമ്യമായ ദാനം, നമ്മുടെ മേൽ വർഷിക്കപ്പെട്ട വിശിഷ്ടമായ അവകാശം, അതാണ് പരിശുദ്ധാത്മാവ്. അടുത്ത വാക്യം. എനിക്ക് ആ അവകാശം, ആ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. അടുത്ത വാക്യം. രാത്രിയിലും എന്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. കണ്ടോ? അതായത് രാത്രി കിടന്നുറങ്ങുമ്പോഴും ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്, നാളെ എന്താ ചെയ്യേണ്ടത്? രാത്രിയിലും എന്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എന്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. അതാണ് എന്തു ചെയ്യും, എന്തു ചെയ്യും, എന്താണ് വഴി, എന്തു ചെയ്യും? ദൈവം കാണിച്ചു തരും, ദൈവം കാണിച്ചു തരും.